ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവവചന പഠനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വേർതിരിച്ച് സമർപ്പിക്കുന്നതായ ഈ സമയം നാം കേൾക്കുന്ന വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുവാൻ തക്കവണ്ണം, ആ പ്രകാശം നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം, ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം നിൻ്റെ സന്നിധിയിൽ ഞങ്ങളിരിക്കുന്നു. വിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ സുവിശേഷീകരണത്തിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദൈവികമായ പ്രകാശത്തെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിൻ്റെ അന്ധകാരത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നിലനിൽക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും ആ വചനത്തിൻ്റെ പ്രശോഭയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം ഒരുക്കി സമർപ്പിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ സുവിശേഷീകരണ ദൗത്യവും നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ തൻ്റെ ക്രൈസ്തവ സാക്ഷ്യവും കഴിഞ്ഞ വേദഭാഗത്തിലൂടെ ഒരു പഠന വിഷയമായി ദൈവമുൻപാകെ നമ്മൾ സമർപ്പിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് പൗലോസ് അപ്രകാരമുള്ള ഒരു നിസ്വാർത്ഥമായ സുവിശേഷീകരണം തങ്ങൾക്ക് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് തിരുവചനം തന്നെ, കർത്താവ് തന്നെ, ന്യായപ്രമാണം തന്നെ, ഈ ലോകം തന്നെ ചില അവകാശങ്ങൾ സിദ്ധിച്ച് അനുവദിച്ച് നൽകിയിട്ടും താൻ അതെല്ലാം ത്യജിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണെന്നും ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും അതിന് ലോകത്തിൻ്റേതായ യാതൊരുവിധമായ ആനുകൂല്യങ്ങളുടെയോ മാനദണ്ഡങ്ങളുടെയോ അവകാശം തനിക്ക് വേണ്ട എന്നും വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സുവിശേഷീകരണത്തിൻ്റെ വ്യക്തമായ ഒരു മാതൃകയായി തീർന്ന പൗലോസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടത് ക്രിസ്തീയ സുവിശേഷീകരണമെന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിതനായിത്തീരുന്ന അനുഭവമാണ്. മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചതാണ്. എല്ലാവരെയും നേടുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ഞാൻ അടിമയാക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകനാണ് എന്ന് തിരുവചനത്തിലൂടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിച്ചു. ആരിൽ നിന്നും മാറി നിൽക്കാതെ എല്ലാവരുമായി ചേർന്ന് നിൽക്കുമ്പോഴും അവരെ ദൈവത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു ഉത്തമ ക്രൈസ്തവ സുവിശേഷകനായി, അപ്പോസ്തലനായി പൗലോസിന് നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞു. വീണ്ടും പറയുന്നത് ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വേണ്ടിയല്ല. 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ ഓടുന്നതും താൻ പ്രവർത്തിക്കുന്നതുമൊക്കെ, താൻ സുവിശേഷിക്കുന്നതുമൊക്കെ ദൈവികമായ ഒരു കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ലോകത്തിലുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, അതിനുവേണ്ടിയല്ല ഞാൻ ഓടുന്നത്. എൻ്റെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അവിടെ പറയുന്നത് മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമാണ് സമ്മാനം ലഭിക്കുന്നത്. പൗലോസ് ലീഗ വ്യക്തമായിട്ട്
അവിടെ നമ്മെ പഠിപ്പിക്കുന്നു. 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെങ്കിലും ഒരുവൻ മാത്രമേ സമ്മാനം പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവീൻ. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. അവിടെ പറയുന്നത് ഈ സമ്മാനം നേടണമെങ്കിൽ 25-ാമത്തെ വാക്യത്തിൽ മത്സരിക്കുന്ന ഓരോരുത്തരും സകല കാര്യങ്ങളിലും ആത്മനിയന്ത്രണം അഭ്യസിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് വാടാത്ത കിരീടം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ല ഒരു അത്ലറ്റിനോടാണ് പൗലോസ്ലീഹ സുവിശേഷ പ്രവർത്തനത്തെ പ്രതിപാദിക്കുന്നത്. ഒരു അത്ലറ്റ് അവന് വിജയം നേടണമെങ്കിൽ വളരെയേറെ അഭ്യാസങ്ങളും പരിശീലനങ്ങളും ആത്മനിയന്ത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരാൾക്കത് നേടിയെടുക്കുവാനായിട്ട് സാധ്യമല്ല. വളരെയേറെ പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഒരുപക്ഷെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ സീനായി മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ താഴെ നിന്ന് ഇസ്രായേൽ മക്കൾ മോശയോട് പറയുന്നു, മോശേ മോശേ, നിൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന കൈലേസ് എടുത്ത് തൂവാലെടുത്ത് നിൻ്റെ മുഖം ഒന്ന് മൂടുക. ഞങ്ങൾക്ക് നിന്നെ നോക്കുവാൻ കഴിയുന്നില്ല, അത്രമാത്രം നിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. ദൈവം തന്നെ നിയോഗിച്ച സമയം മുതൽ ദൈവം മുൻപാകെ തന്നെ സമർപ്പിച്ച് അനേക നാളുകളുടെ ഉപാസനകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ആത്മനിയന്ത്രണത്തിലൂടെ 40 രാവും 40 പകലും ഭക്ഷണപാനീയമില്ലാതെ സീനായിയുടെ മുകളിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവനെ തന്നെ ദൈവം മുൻപാകെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ദൈവത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്, മോശേ, നിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ആത്മനിയന്ത്രണത്തിലൂടെ, പരിശീലനത്തിലൂടെ, സ്വയപരിത്യാഗത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിക്കുമ്പോഴാണ് ദൈവികമായ പ്രകാശം മറ്റുള്ളവർക്ക് കാണുവാൻ തൻ്റെ സുവിശേഷീകരണത്തിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ക്രൈസ്തവ ദർശനം സാധ്യമായി തീരുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പോലെ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കണം. അവരുടെ ഓട്ടത്തെക്കുറിച്ചൊരു ബോധ്യം അവർക്കുണ്ടാകണം. ആ ഓട്ടത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ളൊരു പരിശീലനമുണ്ടാകണം. അവരെ തന്നെ പല കാര്യങ്ങളിലും സ്വയം നിയന്ത്രിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള അനേക പരിശീലനങ്ങളിലൂടെയാണ് ഇത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഭാരതം മുഴുവനും സഞ്ജു സാംസണെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. എത്രയോ വർഷങ്ങളിലെ കഠിനാധ്വാനമാണ്, പരിശീലനങ്ങളാണ്, സ്വയം നിയന്ത്രണങ്ങളാണ് ഈ ഒരു ഭാരതീയരെ പുളകം കൊള്ളിക്കുന്ന ഒരനുഭവത്തിലേക്ക് സഞ്ജു സാംസന് വളരുവാനായിട്ട് സാധിച്ചത്. അനേക നാളുകളിലെ പരിശീലനം. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തു സാക്ഷ്യമായി സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ക്രിസ്തുവിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിയന്ത്രണമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ദൈവാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടണം. ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ചില പരിശീലനങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ദൈവാത്മാവിന് വിധേയപ്പെടുന്ന സ്വയം നിയന്ത്രണങ്ങൾ നമുക്കുണ്ടാകണം. അത് നമ്മളുടെ വാക്കിലും, നമ്മളുടെ ചിന്തയിലും,
നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ നടപ്പിലും നമ്മളുടെ നോട്ടത്തിലും നമ്മളുടെ ആലോചനകളിലും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിത്തീരുമ്പോഴാണ് നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി വളരുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മാതൃക ഉൾക്കൊള്ളുന്നവരായിരിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ മാതൃക? 5-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവേശുവിനുണ്ടായിരുന്ന അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരനുഭവം, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരനുഭവം, അതെൻ്റെ സകലവിധമായ ആലോചനകളിലും, എൻ്റെ ഏത് തീരുമാനങ്ങളിലും, എൻ്റെ ഏത് വാക്കുകളിലും, എൻ്റെ നോട്ടത്തിലും, എൻ്റെ ചിന്തയിലും, എൻ്റെ പ്രവൃത്തിയിലും ഒക്കെ ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരനുഭവം. അവിടെയാണ് പൗലോസ്ലീഹായുടെ സുവിശേഷീകരണം ലോകത്തിൽ അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചതും സ്നാപനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു വന്നതും. അതിന് പൗലോസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഭൗതികമായ സ്ഥാനമാനങ്ങളോ ഭൗതികമായ സമ്പത്തുക്കളോ ഭൗതികമായ അധികാരങ്ങളോ ഒന്നുമല്ല. താൻ ക്രിസ്തുവിനെ പോലെ, പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാകുന്നുവോ? തീർച്ചയായും അത് നീ തന്നെ പറഞ്ഞുവല്ലോ. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ സംരക്ഷിക്കുവാൻ എൻ്റെ സൈന്യമുണ്ടാകുമായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. പ്രിയമുള്ളവരെ, ലോകത്തിൽ എന്തെങ്കിലും നേടുവാനോ ലോകത്തിലുള്ളതിൽ പ്രശംസിക്കുവാനോ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരുവാനോ അല്ല ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എൻ്റെ ലക്ഷ്യം കർത്താവ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കിരീടമുണ്ട്, അതാണ് എൻ്റെ പ്രതിഫലം, അത് ഈ ലോകം തരുന്നതല്ല. അതുകൊണ്ട് ആ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ലോകം വെച്ച് നീട്ടുന്നതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ടാണ് പൗലോസ്ലീഹ തിരുവചന പ്രഘോഷണം നിർവഹിച്ചത്. അതിനുവേണ്ടി സ്വന്തം ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ആ മാതൃക ആധുനിക സുവിശേഷ പ്രസംഗകരിൽ അല്ലെങ്കിൽ ദൈവ വചന പ്രഘോഷകരിൽ മാതൃകയാക്കേണ്ടതായ ഒരു വലിയ അനുഭവമാണ് എന്ന് വേദഭാഗത്തിലൂടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് മതങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലുമൊക്കെ ആളുകളെ പുളകം കൊള്ളിക്കുന്ന, കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നോമ്പിനെപ്പറ്റി വളരെ വാചാലമായി പ്രസംഗിക്കുന്നവരുണ്ട്. ഉപവാസത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിപ്പിക്കുന്നവരുണ്ട്. നോമ്പ് നോൽക്കുന്നവരും നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷേ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ഞാൻ നോമ്പ് നോൽക്കാതെ ഇരിക്കുന്നു എങ്കിൽ, ഉപവസിക്കുവാൻ പഠിപ്പിക്കുന്നവരായ പ്രഘോഷകർ ഉപവസിക്കാതിരിക്കുന്നു എങ്കിൽ, പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നവരായ പ്രഘോഷകർ സ്വയം പ്രാർത്ഥിക്കാതിരിക്കുന്നു എങ്കിൽ എന്താണ് ക്രൈസ്തവ സാക്ഷ്യം? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ മാതൃകയാക്കി
അത് ജീവിത അനുഭവമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഫലപ്രദമായി ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണം വ്യാപിക്കുന്നതും അനേകം പേർക്ക് അത് അനുഭവമാകുന്നതും. ഒരു വെളിച്ചമുള്ള തിരിയിൽ നിന്ന് മാത്രമേ മറ്റുള്ള തിരികളിലേക്ക് പ്രകാശം പകരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. സ്വയം പ്രകാശിക്കുന്നവർക്ക് മാത്രമേ പ്രകാശം കൊടുക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ കാണിച്ചു തരുന്ന മാതൃക നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാകുന്നു. അത് ദൈവികമായ ഒരു കിരീടമാകുന്നു. സുവിശേഷീകരണവും സുവിശേഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം ലോകത്തെ കാണിക്കുവാൻ വേണ്ടിയോ ലോകത്തിൻ്റേതായ പ്രശസ്തി പത്രങ്ങളും സമ്മാനങ്ങളും നേടുവാൻ വേണ്ടിയല്ല. പൗലോസ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ദൈവത്തിൽ താൻ ഒരുക്കി വച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ പ്രശസ്തി പത്രങ്ങളും ഈ ലോകത്തിൻ്റെ അവാർഡ് ദാനങ്ങളും ഈ ലോകത്തിൻ്റെ പേരും പെരുമയും സ്ഥാനമാനങ്ങളും ഇതിലേക്കൊന്നും പൗലോസ് ശ്ലീഹ വീണില്ല. ഇത് ആധുനിക ക്രൈസ്തവ സുവിശേഷീകരണ രംഗത്തെ പ്രഘോഷകരുടെ ഇടയിൽ വലിയ ഒരു ചൂണ്ടുപലകയാണ്. നീ എന്തിനു വേണ്ടിയാണ് ഈ ജീവകാരുണ്യമൊക്കെ പ്രവർത്തിക്കുന്നത്? നീ എന്തിനു വേണ്ടിയാണ് ഈ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്? നിനക്ക് പ്രശസ്തനാവാൻ വേണ്ടിയും പ്രശസ്തി പത്രം മേടിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അംഗീകാരം നേടുന്ന അനുഭവങ്ങളും ഒക്കെയാണ് നിൻ്റെ മനസ്സിലിരിക്കുന്നത് എങ്കിൽ വ്യർത്ഥമാണ് ദൈവത്തിൻ്റെ മുൻപാകെ നിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. ഈ സ്ഥാനമാനങ്ങളെല്ലാം നിനക്ക് തരാം. ഇത് വെച്ച് നീട്ടിയത് പിശാചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യേശുതമ്പുരാനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിന്നാലെ ചെന്നു. യേശുവിന് വിശന്നപ്പോൾ അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി കല്ല് അപ്പമാക്കുവാനായിട്ട് യേശുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു. നിന്നെ പിടിച്ചോളും ദൂതന്മാർ. ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം കാണിച്ചു. ഇതെല്ലാം എൻ്റേതാണ്, അതെല്ലാം ഞാൻ നിനക്ക് തരാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനുഷ്യർ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരാത്മ പരിശോധനയിലേക്ക് വരിക. ലോകത്തിൻ്റേതായ സ്ഥാനമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പ്രലോഭനങ്ങൾക്കുമൊക്കെ വശംവദരായി പോകുന്ന സുവിശേഷ പ്രവർത്തകരാണെങ്കിൽ അത് വെറും ഉപജീവനത്തിനു വേണ്ടി നീ ചെയ്യുന്ന കൂലിവേല എന്ന് മാത്രമേ പറയുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അത് യഥാർത്ഥ സുവിശേഷീകരണമല്ല. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുന്നത് ഈ ലോകത്തിൻ്റേതായ പ്രതിഫലങ്ങളൊന്നുമല്ല. അതൊന്നും ഇച്ഛിച്ചു അങ്ങനെ ഒരുപാട് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്ന് വിവിധ പഠനങ്ങളിലൂടെ പൗലോസ് നമ്മെ പഠിപ്പിച്ചു. ഞാൻ അതൊന്നും ക്ലെയിം ചെയ്യുകയല്ല, അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം നിസ്വാർത്ഥമായി ഘോഷിക്കുന്ന ഒരെളിയ ശുശ്രൂഷകനാണ്. ഇതാണ് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ പ്രതിഫലത്തിനു വേണ്ടിയല്ല, പിന്നെയോ കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ കിരീടത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഈ ലോകത്ത് എന്നെ തന്നെ ഞാൻ പലതിലും നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഭക്ഷണകാര്യങ്ങളായാലും എൻ്റെ സുഖസൗകര്യങ്ങളായാലും എൻ്റെ ദൈനംദിനമുള്ള ജീവിതകാര്യങ്ങളായാലും ഈ ലോകത്ത് എനിക്ക് ലഭിക്കാവുന്നതായ സ്ഥാനമാനങ്ങളായാലും അധികാരമായാലും പദവികളായാലും മറ്റുള്ളവരുടെയൊക്കെ പ്രശംസയും വാഴ്ത്തിപ്പാടലുകളുമാണാലും അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, എന്തിനാണ് ഞാൻ ഇതൊക്കെ ഈ നിയന്ത്രണം, ഒരുപക്ഷെ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴും അവിടെ വ്യക്തമാക്കുന്നത് ഇതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ഇച്ഛകളെയുമൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നത് കൊണ്ട്
എന്നെ തന്നെ ആത്മശിക്ഷണത്തിൽ ആത്മനിയന്ത്രണത്തിലാക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ മറ്റുള്ളവർ അനുഭവിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ മലിനമാണ്, അതുകൊണ്ട് കഴിക്കരുത് എന്നുള്ളതല്ല. ഭക്ഷണപാനീയങ്ങൾ മലിനമായതുകൊണ്ടല്ല. എന്നാൽ എനിക്ക് സ്വയം ആത്മനിയന്ത്രണം ഉണ്ടാകുവാനായിട്ട്, ആത്മശിക്ഷണമുണ്ടാകുവാനായിട്ട്, എനിക്ക് പലതിനെയും എനിക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്ന ഒരനുഭവം. അതിന് ഞാൻ വശംവദരായി പോവുകയല്ല. ഇഷ്ടങ്ങൾക്കും രുചികൾക്കും ആഗ്രഹങ്ങൾക്കും വശംവദനായിത്തീരുന്നതിനപ്പുറമായിട്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുവാനുള്ള പ്രാപ്തി, ആത്മീയമായ ബലം നേടുന്ന ഒരനുഭവമാണ് ഉപവാസം. അത് ആത്മീയമായ നിയന്ത്രണം നേടുന്ന, കരുത്ത് നേടുന്ന, ബലം നേടുന്ന അനുഭവമാണ് ഉപവാസവും നോമ്പുകളും പ്രാർത്ഥനകളും. അല്ലാതെ കഴിക്കുന്ന ആഹാരമെല്ലാം തിന്മയായതുകൊണ്ടല്ല. എന്നാൽ അതിനെയൊക്കെ, ലോകത്തിലുള്ളതിനെ വിധേയപ്പെട്ടു പോകാതെ ലോകത്തിലുള്ളതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 9-ാമത്തെ അധ്യായം പല ആത്മീയ ദർശനങ്ങൾ പൗലോസ്ലീഹ നമുക്ക് നൽകുകയുണ്ടായി. അവിടെയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മാതൃകപരമായ ഒരു സുവിശേഷ പ്രവൃത്തി. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സ്ലീഹന്മാരോടൊപ്പം ഗണിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു കർത്തൃശിഷ്യനായി ഇന്നും ലോകത്തോട് സുവിശേഷം അനർഗളമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധനായ സുവിശേഷക പ്രവർത്തകനായി നിലനിൽക്കുവാൻ തക്കവണ്ണം പൗലോസ്ലീഹായിക്ക് കഴിയുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ മാതൃകയാക്കുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ പൗലോസ്ലീഹായുടേതാണ്. പുതിയ നിയമത്തിൽ കാണുന്ന പകുതിയിൽ കൂടുതൽ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസ്ലീഹായാണ്. അത്രമാത്രം സ്വീകാര്യമായ ഒരു അപ്പോസ്തോലനായി ലോക ക്രൈസ്തവ ജനത ഇന്ന് അദ്ദേഹത്തിൻ്റെ വേദചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തീയമായ മാതൃക സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും, ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ സ്വീകരിക്കുവാനും, ക്രിസ്തുവിൻ്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് എത്രമാത്രം ആത്മീയ വളർച്ച പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സസ്യം നട്ട് കഴിഞ്ഞാൽ അത് ക്രമേണ അത് വളർന്ന് വലുതായിത്തീരുന്നു. ഒരുപക്ഷെ അതിൽ പൂക്കളുണ്ടാകുന്നു, അതിൽ കനികളുണ്ടാകുന്നു. കാരണം അപ്പോഴാണത് വളർച്ച പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ഞാനും നിങ്ങളുമൊക്കെ സ്നാപനമേറ്റ് അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൽ ഞാനും നിങ്ങളുമൊക്കെ വളരുമ്പോൾ നമുക്ക് എത്രമാത്രം ആത്മീയ വളർച്ചയുണ്ടായി. അതോ ആ നട്ട അവസ്ഥയിൽ തന്നെയാണോ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്? നമുക്ക് എത്രമാത്രം ആത്മീയ വളർച്ച പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു? നമ്മളിൽ ആത്മീയമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണോ? നമ്മിൽ ഫലങ്ങൾ പിടിച്ചിട്ടുണ്ടോ? ആത്മീയമായ ഫലങ്ങളെ, നൽവരങ്ങളെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ആത്മീയമായ വളർച്ച നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? അതോ നമ്മളുടെ സ്വാർത്ഥമായ ജീവിതം കൊണ്ട് നമ്മളുടെ ആത്മീയ വളർച്ച മുരടിച്ച് നിൽക്കുന്ന അനുഭവമാണോ എന്ന് ആത്മപരിശോധന നടത്തുവാനുള്ള സമയം കൂടെയാണിത്. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴും, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുവെന്ന് പറയുമ്പോഴും,
ക്രിസ്തീയ സുവിശേഷം ഞങ്ങൾ കേൾക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കുകയും ക്രിസ്തുവിൻ്റെ മക്കളായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തിയും തിന്മകളും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും സ്ഥാനമാനങ്ങളും പ്രശംസകളും മറ്റുള്ളവരുടേതായ പുകഴ്ത്തലുകളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മളുടെ ആത്മീയ ജീവിതം നാൾക്ക് നാൾ ദുരിതപൂർണമായി ഇല്ലായ്മയായി പോകുന്ന അനുഭവമാണോ എന്ന് ചിന്തിക്കണം. അതിനെയൊക്കെ ഓവർകം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ശീലിച്ചിരിക്കുന്നു, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി എന്തും സഹിക്കുവാൻ, എന്തും ത്യജിക്കുവാൻ, ഒരു പരിത്യാഗത്തിൻ്റെ, ഒരു സഹനത്തിൻ്റെ, ഒരു ആത്മീയ നിയന്ത്രണത്തിൻ്റെ, ഒരാത്മശിക്ഷണത്തിൻ്റെ അനുഭവത്തിൽ എന്നെ തന്നെ പൂർണ്ണമായി ശോധന കഴിച്ച് മേൽത്തരം പൊന്നുപോലെ, തീയിൽ ഉലയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ ദൈവം മുൻപാകെ സമർപ്പിക്കപ്പെടുന്ന ഒരു മേൽത്തരം അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, സാന്നിധ്യത്താൽ, അഭിഷേകത്താൽ നാൾക്ക് നാൾ ആത്മീയ പ്രശോഭയുള്ളവരായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിരിക്കണം നമ്മളുടെ തിരുവചന കേൾവിയും നമ്മളുടെ ധ്യാനങ്ങളും വേദപുസ്തക തിരുവചന പഠനങ്ങളും നമ്മളുടെ വിശുദ്ധ കുർബാന അനുഭവങ്ങളും ആരാധനകളും എല്ലാം നമ്മെ ദൈവാത്മാവിൽ പ്രശോഭിതരാക്കുന്ന അനുഭവമായിരിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.